എന്തുണ്ട് വിശേഷം? സുഖം സുഖം. നേരത്തെ വിളിച്ചിരുന്നു. അതെ അതെ. ഉഷാറായി പോകുന്നു. കണ്ണൂരിൽ തുടർച്ചയായി വീണ്ടും ശ്രീ കെ സുധാകരൻ ബഹുഭൂരിപക്ഷം വോട്ടിന് വിജയിക്കുമെന്ന ഉറച്ച പ്രതീക്ഷയാണ് ഞങ്ങൾക്കുള്ളത്. കാരണം ഇപ്പോൾ കുറേ ദിവസമായി സ്ഥാനാർത്ഥി പര്യടനമൊക്കെ കടന്നു പോകുമ്പോൾ സ്ഥാനാർത്ഥിയോടുള്ള ഒരു ജനങ്ങളുടെ ഒരു വികാരമുണ്ട്. തീർച്ചയായും ഒരു തവണ കൂടി ഇന്ത്യയുടെ പാർലമെന്റിനകത്തേക്ക് വലിയ ഭൂരിപക്ഷത്തിന് കഴിഞ്ഞ തവണ 1 ലക്ഷത്തോളം ഭൂരിപക്ഷത്തിനാണ് വിജയിച്ചതെങ്കിൽ 1 ലക്ഷം കടന്ന് ഇത്തവണ ഭൂരിപക്ഷം പോകുമെന്നാണ്. ഇപ്പൊ ഞങ്ങള് പറഞ്ഞുകൊണ്ട് വരികയായിരുന്നു, ഈ UDF സ്ഥാനാർത്ഥിയായിരുന്നല്ലോ BJP-യുടെ ഇപ്പോഴത്തെ സ്ഥാനാർത്ഥി. UDF സ്ഥാനാർത്ഥിയായിരുന്നു. പക്ഷേ വോട്ട് ഒരിക്കലും ഞങ്ങള് ഉറച്ചു പ്രതീക്ഷിക്കുന്നു. കഴിഞ്ഞ തവണ BJP-യുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടിയതിന്റെ പകുതി വോട്ട് പോലും ഇപ്പോഴത്തെ BJP-യുടെ സ്ഥാനാർത്ഥിക്ക് കിട്ടില്ല. കാരണം ഫീൽഡിൽ പോകുമ്പോൾ BJP-യുടെ പ്രവർത്തകർ ആ സ്ഥാനാർത്ഥിയുടെ കൂടെ നിങ്ങൾ വെറുതെ ഒന്ന് പോയി നോക്കണം. ABVP-ക്കാരില്ല, യുവമോർച്ചക്കാരില്ല, മഹിളാ മോർച്ചക്കാരില്ല, BJP-ക്കാരില്ല, ആരുമില്ല. സംഘപരിവാറിൻ്റെ മുഴുവൻ ആളുകളും ആ സ്ഥാനാർത്ഥിയെ കൈയൊഴിഞ്ഞ കാഴ്ചയാണ്. ദയനീയമാണ്. BJP കേന്ദ്രങ്ങളിൽ പോലും പല സ്ഥലത്ത് ആ സ്ഥാനാർത്ഥിയുടെ പോസ്റ്റർ ഒട്ടിക്കാൻ ആളില്ലാത്ത. പിന്നെ ഈ ബോംബ് സ്ഫോടനങ്ങൾ ഒക്കെ ഉണ്ടാകുന്നത് ആർക്ക് നേട്ടമായിട്ട് ഇലക്ഷനിൽ വരിക? തീർച്ചയായും അത് മനസ്സിലാകും. കാരണം ഈ വ്യക്തിപരമായി എൻ്റെ ഒരു അനുഭവം കൂടി ഇതിനകത്തുണ്ട്. കാരണം ഈ കേസിൽ പ്രതികളായി കിടക്കുന്ന 3 ആളുകളും ഞാനുമായി ഒരു കേസിൽ നടക്കുന്നുണ്ട്. ഞാൻ പരാതിക്കാരനായ പാനൂർ പോലീസ് സ്റ്റേഷനിലെ ക്രൈം നമ്പർ 176-ൽ ഇവർ 3 പേര് പ്രതികളാണ് ഇപ്പോൾ ജയിലിൽ കിടക്കുന്നവർ. അന്ന് കുന്നോത്തുപറമ്പിലെ കോൺഗ്രസ് ഓഫീസ് കത്തിച്ച വിഷയത്തിൽ ഒരു പ്രതിഷേധ പൊതുയോഗത്തിൽ ഞാൻ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ എനിക്കെതിരെ വധഭീഷണി മുഴക്കിയതിന് പോലീസ് കേസെടുത്ത കേസിലെ പ്രതികളെ ഇവർ. അന്ന് ഇവർ പറഞ്ഞത്, എന്നോട് പറഞ്ഞു, അബ്ദുൾ റഷീദ് നിന്റെ ഇറച്ചിയിൽ മണ്ണ് പറ്റുമെന്നാണ്. അതുപോലെ ഇറച്ചിയിൽ മണ്ണ് പറ്റിയിട്ടാണ് അവിടെ കൂടെയുള്ളവൻ ഇപ്പോൾ മരിച്ചിരിക്കുന്നത്. മറ്റൊരുത്തൻ അതിദയനീയമായ അവസ്ഥയിൽ കിടക്കുന്നു. അന്ന് ഈ കേസിൽ പ്രതികൾക്ക് വേണ്ടി ജാമ്യം എടുത്തത് CPM നേതാക്കന്മാരാണ്. കേസ് നടത്തുന്നത് തലശ്ശേരിയിലെ പ്രമുഖരായ പിണറായിയുടെ വിശ്വസ്തനായ അഭിഭാഷകനാണ്.